വീഡിയോ എടുക്കാൻ പോവാണ്. കിച്ചണിലെ സൗണ്ട് ഉണ്ടാക്കല്ലേ. മിണ്ടാതെ കഴിച്ച് പോടാ. എന്റെ വീഡിയോ വൈറലാവുമ്പോ മനസ്സിലാവും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് അവധിയാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു തോന്നൽ, ഒരു വീഡിയോ എടുത്താലോ. വീഡിയോ എടുക്കുമ്പോൾ കണ്ടന്റ് എന്താണെന്ന് ആലോചിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ കണ്ടന്റ് ഇതാണ്: എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ, കുറച്ച് അപകടങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത് 1-2 പ്രാവശ്യമല്ല, ഒരു 3-4 പ്രാവശ്യം. മരണം മുഖാമുഖം കണ്ട ചില മൊമെന്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോധവൽക്കരണം പോലെയാണ്. അത് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് വെള്ളത്തിൽ വീണ് മരിക്കാൻ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ചെറുപ്പത്തിൽ വെള്ളത്തിൽ ചാടുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു. നീന്തൽ അത്യാവശ്യം അറിയാം, എന്നാലും വെള്ളം എന്ന് പറയാൻ ഭയങ്കര, ഇവിടെ വെഗിളി എന്നൊക്കെ പറയും. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഗിളിയാണ്, അതൊരു ടൈപ്പായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് സംഭവിച്ച, അപ്പോൾ ആദ്യത്തെ സംഭവം ഇത് നടക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ ഞങ്ങൾ ടൂർ പോയായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് ഞങ്ങളെ കൊടൈക്കനാൽ, വീഗാലാൻഡ്, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലം, പഴനി, ഇവിടെയൊക്കെ ടൂർ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ ആൺപിള്ളേർ ഒരു ബസ്സിലും പെൺകുട്ടികൾ വേറൊരു ബസ്സിലുമായിരുന്നു. അപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ട് മറ്റ് ബസ്സിലുണ്ട്. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. ടൂർ എന്ന് പറയുമ്പോൾ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വണ്ടി, അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവസാനം വണ്ടി കൊടൈക്കനാലിൽ എത്തിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹിൽ സ്റ്റേഷൻ, ഇത്രയും ഒരു കിടില ഹിൽ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അതിന് മുമ്പ് പൊന്മുടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൊടൈക്കനാലിലുള്ള ഹിൽ സ്റ്റേഷൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല എക്സൈറ്റഡ് ആയി. ഞങ്ങൾ ചെറുക്കന്മാരെല്ലാവരും നല്ല എക്സൈറ്റഡ് ആയി. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ വളരെ വലുതാണ്. കാരണം നട്ടുച്ചയ്ക്ക് അവിടെ എത്തിയിട്ടും ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്. ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തിട്ട്, എൻ്റെ വല്യച്ഛൻ എനിക്കൊരു ജാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അടിപൊളി സാധനം, ഒരു അടിപൊളി ജാക്കറ്റ്. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ഇട്ട് നല്ല എന്താ പറയുക, അത്യാവശ്യം ലുക്കായിരുന്നു അത് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, കുറച്ച് ഷൈൻ ചെയ്ത് നിൽക്കുന്ന സാധനമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട്, എനിക്കൊണ്ട് പില്ലർ റോക്കിലൊക്കെ പോയിട്ട് തിരിച്ച് കൊടൈക്കനാൽ ലേക്കിലെത്തി. കൊടൈക്കനാൽ ലേക്കിൽ, അത് ഏത് ലേക്കാണെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ സംഭവം കൃത്യമായിട്ട് പറഞ്ഞാൽ 2006 നടക്കുന്നത്. 2005 അവസാനം ഡിസംബറിലാണ് നടക്കുന്നത്. അപ്പോൾ ലേക്കിലെത്തിയപ്പോൾ എല്ലാവരും ബോട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ആ ബോട്ട് ചട്ടിയുടെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ ബോട്ട് ചട്ടിയിൽ നിന്ന്, അപ്പോൾ അവിടുത്തെ നിൽക്കുന്ന ആ ബോട്ടിൽ നിൽക്കുന്ന പയ്യൻ എനിക്കിനെ കൈ തന്നു. എൻ്റെ വിചാരം, ബോട്ട് ചട്ടി എന്ന് പറയുമ്പം ഏകദേശം നമ്മൾ അവിടെ കേട്ട് നല്ല നീളത്തിലാണ് ബോട്ട് ചട്ടി. അപ്പം അങ്ങ് എത്തിയിട്ട് പുള്ളി എനിക്ക് കൈ തന്നപ്പോൾ ഞാൻ ഈ പുള്ളിയുടെ കയ്യിൽ പിടിച്ചിട്ട്, ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് കയറാൻ വേണ്ടിയാണ് കൈ തന്നത്. നല്ല പുള്ളി കൈ തന്നത് എനിക്ക് പുള്ളിയെ പിടിച്ച് അടുപ്പിക്കാനാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുള്ളിയുടെ കൈ പിടിച്ചിട്ട് ഞാൻ ഈ കാലങ്ങ് എടുത്ത് വെച്ച്, അപ്പോഴത്തേക്ക് ഈ ബോട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ബോട്ട് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് വന്നു. ഞാൻ വെള്ളത്തിൽ പോകും. അപ്പോൾ അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് മനസ്സിലായി. നില കിട്ടുന്നില്ല, അത്യാവശ്യം ആഴമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇറങ്ങി ഒരു 2-3 പ്രാവശ്യം പൊങ്ങിയപ്പോഴത്തേക്കും നീന്താൻ അറിയാം, പക്ഷെ കൃത്യമായിട്ട് നീന്താൻ പറ്റുന്നില്ല. ഒന്നാമത്തെ ഈ ജാക്കറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ തണുപ്പും കൂടെ അടിച്ചപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ആയി. മനസ്സിലായി, നമുക്ക് തണുപ്പിനെ അതിജീവിക്കുക എന്നുള്ളത് വളരെ വലുതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുകളിലെത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ മുകളിലെത്തി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വളഞ്ഞ് ബോട്ടിൽ നിൽക്കുന്ന പയ്യൻ നിൽക്കുന്നുണ്ട്. ബോട്ട് ചട്ടിയിൽ ഫുള്ള് നമ്മുടെ സ്കൂളിലെ ആൾക്കാർ, പെമ്പിള്ളേരൊക്കെ ഉണ്ട്. ആകെ ചമ്മി നാറി, പക്ഷേ നില കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഒന്നാമതായിട്ട് താഴോട്ട് പോകാൻ പറ്റുന്നില്ല. താഴോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നില കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പൊങ്ങി വരാൻ പറ്റത്തില്ല. അത് നന്നായി എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ കൈയും കാലോട്ട് അടിക്കുവാണ്. മരണം മുന്നിൽ കണ്ടു. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനൂപ് ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് പുറത്ത് നിൽപ്പുണ്ട്. എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒരു കൈ ഇങ്ങനെ പിടിച്ചത് ബോട്ടിൽ ഇങ്ങനെ ഒരു പിടി പിടിച്ചു. അപ്പോൾ ബോട്ടിൽ ആരുമില്ല. ബോട്ടിലപ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ പയ്യൻ മാത്രമുണ്ട്. നമ്മുടെ കൂട്ടത്തിലൊരു സാറുണ്ടായിരുന്നു, വിനോദ് സാർ എന്ന് പറയും. പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി.
കഴിഞ്ഞൊരു ഏകദേശം ഒരു വർഷം മുന്നേ പുള്ളി മരിച്ചുപോയി. അപ്പോൾ പുള്ളിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഇൻസിഡൻ്റാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ വിനോദ് സാറ് ചാടി ഈ ബോട്ടിലോട്ട് വന്നിട്ട് എന്നോടത്ത് പറയുകയാണ്, എടാ കൈലാസ കൈ ഇങ്ങത്താ, ഞാൻ പിടിച്ചോളാം. അപ്പോൾ ഈ മർക്കടമിഷ്ടി എന്ന് പറഞ്ഞൊരു പ്രയോഗം എന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലായി. കാരണം എനിക്ക് ഈ കൈ വിടുവിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ താഴെ അനുഭവിച്ച വെള്ളത്തിൽ കിടന്ന് ശ്വാസം കിട്ടാതെ കുറച്ച് വെള്ളം കുടിച്ചു, തണുത്ത വെള്ളം കുടിച്ചു. പിന്നെ ഈ തണുപ്പ് ഇപ്പം എനിക്ക് താഴോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം മരിച്ചു പോകുന്നുള്ള പേടിയുണ്ട്. ഈ കൈ വിടുവിക്കാൻ അവർ ശ്രമിക്കുന്നത് പറ്റുന്നില്ല. അപ്പോൾ ഈ വിനോദ് സാർ എന്ന് പറയുന്ന പുള്ളി കാലെടുത്ത് ഇങ്ങനെ നീട്ടുന്നുണ്ട്. എടാ ഈ കാലിൽ നീ പിടി, ഞാൻ പിടിച്ചോളാം, ഞാൻ രക്ഷപ്പെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ കാലിൽ പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഈ കാലിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു എന്നെ പൊക്കി മുകളിൽ കയറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം നടന്ന ഞാൻ വെള്ളത്തിൽ വീണ് മരിക്കാൻ പോയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് നീന്തൽ അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അല്ലെന്ന് മനസ്സിലായി. പിന്നെ നടന്നത് വളരെ അത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിലും ഇപ്പോൾ പറയുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുന്നെങ്കിലും വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ട്. ഞാൻ അന്ന് കൂട്ടുകാരുടെ അടുത്ത് അത് വലിയ സംഭവമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ ട്രോമ, അതിൻ്റെ ഷോക്ക് എന്നെ ഒരുപാട് ഹൗണ്ട് ചെയ്തു. അത് നടന്ന കുറച്ച് കോമഡി സംഭവങ്ങളായിരുന്നു. കാരണം ചാടി ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊന്നും പറ്റിയില്ലെന്ന് കാണിക്കാനായിട്ട് ഞാൻ ഈ ജാക്കറ്റൊക്കെ ഒരു മാറ്റി എല്ലാം വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ ഷോ കാണിച്ച് നടന്നു പോയി. അന്ന് രാത്രി വീടെത്തി. അപ്പോൾ ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ല എന്ന് പറയുന്നില്ല, പിന്നെ എനിക്ക് കുളിരില്ല. അങ്ങനെ ഞങ്ങളൊരു മിഷണറി, സ്കൂളുമായിട്ട് ബേസ് ചെയ്തൊരു മിഷണറിയിലാണ് താമസിച്ചത്. അപ്പോൾ അന്ന് രാത്രി ഒരു 7 മണിയാകുമ്പം എനിക്ക് പേടി തുടങ്ങി. എനിക്ക് ട്രോമ, 15 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ 15 എത്ര വയസ്സാണെങ്കിലും ട്രോമ ഇസ് ട്രോമ. അങ്ങനെ ഞാൻ വെള്ളത്തിൽ വീണത് ആലോചിച്ച് കിടന്നു. അപ്പം 3-4 ജാക്കറ്റും 2-3 ജീൻസും ഒക്കെ എടുത്തിട്ടു. കൂട്ടുകാരുടെ അപ്പോൾ ഞങ്ങൾ ഡോർമെട്രി പോലെ ഇങ്ങനെ ഒരുപാട് ചെക്കന്മാരിങ്ങനെ നീളത്തിന് കിടക്കുക. അപ്പോൾ ഡോർമെട്രി പോലെ കിടക്കും, എല്ലാവരുടെയും കമ്പിളി എടുത്ത് ഞാൻ പോയിച്ച് കിടന്നു. സംഭവം പേടിയാണ്. എന്നിട്ട് ഈ രാത്രി ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചു, ഫ്രണ്ട്സൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ പേടിയാണ്. അങ്ങനെ അന്നത്തെ ദിവസം മാറ്റി. ഇത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും ചിലപ്പോൾ പറഞ്ഞ് ചിരിക്കുമായിരിക്കും, ആലോചിക്കുമായിരിക്കും. അന്ന് ടൂർ വന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സീൻ ഓർമ്മയാണ്. ചിലപ്പോൾ അവർ മറന്നു പോയിട്ടിരിക്കും, പക്ഷെ ഞാനൊരിക്കലും ഇത് മറക്കില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഞാൻ മരണം മുഖാമുഖം കണ്ട ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് സംഭവിച്ചതും ഞാൻ പറഞ്ഞു എല്ലാം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് ആണ്. വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോയതാണ്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 4 മാസം കഴിഞ്ഞിട്ട് ഒരു കുളത്തിൽ കുളിക്കാൻ പോയി സ്കൂളിൻ്റെ അടുത്ത്. അപ്പോൾ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഞാനിപ്പോൾ എനിക്ക് മോനുണ്ട്, അപ്പോൾ ആ സൈഡിൽ നിന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഞാൻ ചെയ്ത ഇത്രയും വലിയ തെറ്റുകളാണ് ഇതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ 3-4 പേര് ചേർന്ന് ഒരു കുളത്തിൽ കുളിക്കാൻ പോയി. അതൊരു ബാലരാമപുരം, തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിന് കുറച്ചകത്തോട്ട് ഒരു ശിവൻ്റെ അമ്പലമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ സ്ഥലത്ത് പിന്നെ പോയിട്ടില്ല. അതോ ആ സ്ഥലം മാറിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതാണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ളതാണ്. ഈ കുളത്തിൽ ഞങ്ങൾ ചുമ്മാ പോയതാണ്, ഞാൻ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു അല്ല കുഴപ്പമില്ല, നമുക്ക് ഈ എന്താ പറയുക അധികം ഇറക്കമില്ല, അധികം താഴ്ചയില്ലാത്ത കുളമാണ്, നീ വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിയെങ്കിൽ ജസ്റ്റ് അവിടെ നിന്നാൽ മതി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്നു. ഇവരൊക്കെ ചാടിയപ്പോൾ ഞാനും ചെറുതായിട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഈ സൈഡിൽ നിൽക്കുള്ളൂ, അത് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളത്തിൽ കുളിച്ചു. ഒരിക്കൽ വീണ് പോയി നിൽക്കുന്ന ഞാനാണ്, ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ഞാനാണ്. അപ്പോൾ ഞാൻ ആ സൈഡിൽ വെള്ളത്തിൽ കുളിച്ച് കയറി, മോളിൽ കയറി തല ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഈ നമ്മുടെ കൂട്ടത്തിൽ 4 പേരോ 5 പേരോ ഉണ്ട്. അതിൽ ഒരാളെ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കി ആരൊക്കെയാണെന്ന് പോലും മറന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു 18 വർഷം മുൻപേ ഉള്ള കഥയാണ്. അപ്പോൾ ആരൊക്കെയാണ് വ്യക്തികളെന്നുള്ളത് ഓർമ്മയ്ക്കൊന്നുമില്ല. ആ ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ടെങ്കിലും ആരൊക്കെയാണ് വ്യക്തികളെന്നുള്ളത് നമ്മൾ ശരിക്കും പൂർണ്ണമായിട്ട് മറന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം ഞാനും ഒന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് തല ഓർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയ തോർത്തെടുത്തിട്ടുണ്ട്, തല ഓർത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഡ്രസ്സ് ഇടണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാർ ഇപ്പത്തൂടെ വന്നിട്ട് എന്നെ പിടിച്ചൊരു തള്ളുകല്ല്, അത്യാവശ്യം വലിയൊരു തള്ളാണ്. അപ്പോൾ ഈ നമ്മൾ ഇറങ്ങി നേരത്തെ ഇപ്പുറത്തെ കടവിൻ്റെ അവിടെയാണ് എന്നെ പിടിച്ച് തള്ളിയത്. അത്യാവശ്യം ഒരു കുഴിയും ചെളിയൊക്കെ ഉള്ളൊരു ഭാഗത്തായിരുന്നു, അത്യാവശ്യം താഴ്ചയാണ്. ഞാൻ ഇതിലോട്ടങ്ങ് പോയി. അപ്പോൾ ഇതിലോട്ടങ്ങ് പോയാൽ ഞാൻ ഒന്നാമത്തേരും പേടിച്ചു. കാരണം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ഇൻസിഡൻറ്റിൽ ഒന്നും പറ്റത്തില്ല, വെള്ളത്തിൽ സൈഡിൽ നിന്ന് കുളിച്ച് കയറി ഓക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് പിടിച്ച് തള്ളിയതാണ്. ഒന്നാമത്തേരും ചെയ്തത് വളരെ വലിയ തെറ്റാണ്. എന്നെ തള്ളിയ ആൾക്ക് അന്നത് തമാശയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ്റെ വില ആ പയ്യനെ അറിഞ്ഞൂടായിരുന്നു.
അതുപോലെ തന്നെ ജീവൻ്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ തമാശയ്ക്ക് ചെയ്യുന്ന ഒരുപാട് അപകടം ചെയ്യും എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അവസാനം പറയാം, വീഡിയോയുടെ അവസാനം. അപ്പോൾ ഞാൻ താഴേക്ക് പോയി തറയിൽ കിടന്ന് വെപ്രാളപ്പെടുകയാണ്. നല്ല ചെളിയിൽ നല്ല രീതിയിൽ ചെളി താന്നു നമുക്ക് കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് പൊങ്ങിയൊന്ന് ജോസം എടുത്ത് തറയിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ചവിട്ടും തോറും അവിടെ ചെളി ഇങ്ങനെ ഇളകുകയാണ്, താഴ്ന്നാണ് പോവാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ചെക്കന്മാരെല്ലാം കൂടെ ചാടി സൈഡിൽ നിന്നിട്ടൊക്കെ പോയി ഞാൻ വന്നു. അപ്പം ഞാൻ അത്യാവശ്യം ശ്രമിച്ച് ഞാൻ സൈഡിലെത്തി, എന്നെ ഇവർ പിടിച്ച് കയറ്റി. സംഭവം ഇവര് തമാശയ്ക്ക് ചെയ്തതാണ്, വളരെ തമാശയ്ക്ക് ചെയ്തതാണ്, ഒരിക്കലും അല്ല. പക്ഷെ അന്നൊരു ജീവൻ അവിടെ പോകേണ്ടതായിരുന്നു. ഞാൻ അത്യാവശ്യം പ്രയാസപ്പെട്ട് ഇവർ നിൽക്കുന്ന സ്ഥലത്തോട്ട് എങ്ങനെയൊക്കെ എത്തിയതുകൊണ്ടാണ് ഇവർക്ക് എന്നെ പിടിച്ച് കയറ്റാൻ പറ്റിയത്. അന്നും ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു. പക്ഷെ നല്ല പേടിച്ചു. ഇതാണ് രണ്ടാമത്തെ സംഭവം. ശരിക്കും ഈ രണ്ടാമത്തത് കുറച്ചുകൂടെ തീവ്രത കൂടിയ ഒരു ഐറ്റമായിരുന്നു. ഒരു ഏകദേശം ഒരു 1.5 കൊല്ലം അതിൻ്റെ ട്രോമ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പഠിച്ചില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഇൻസിഡൻറ്റിലോട്ട് പോകാം. മൂന്നാമത്തെ ഇൻസിഡൻ്റ് ആയപ്പോൾ ഞാൻ ഏകദേശം പ്ലസ് ടു എത്തിയപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കോട്ടയ്ക്കകത്തൊക്കെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരവിടെ സെറ്റിൽഡാണ്. അപ്പോൾ ഞാൻ ഇവരെ കാണാനായിട്ടൊക്കെ പോകും. ക്ലാസ് കട്ട് ചെയ്ത് ഇവരുടെ അടുത്ത് പോകും. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി സിനിമയ്ക്കൊക്കെ പോയിട്ട് ബാക്കി കുറച്ച് സമയമുണ്ടല്ലോ, ഒരു 4 മണി വരെ. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ പോയിരിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ ഒരു കുളത്തിൽ കുളിക്കാമെന്ന് ഇവർ പ്ലാൻ ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി 2 ഇൻസിഡൻറ്റ് കഴിഞ്ഞ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓക്കെ കുളിക്കാം, പക്ഷെ വളരെ സേഫായിട്ട് കുളിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ അങ്ങനെ ദൂരോട്ടൊന്നും പോകത്തില്ല. എന്താ പറയാനാണ്, എനിക്ക് വെള്ളം ചെറിയ പേടിയുണ്ട്, നീന്താൻ അറിയാം പക്ഷെ വെള്ളം ചെറിയ പേടിയുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു കുളത്തിൽ കുളിക്കാൻ പോയി. കുളത്തിൻ്റെ പേര് കേട്ട ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും. കുളം മറ്റേ ശ്രീവരാഹ കുളം. ശ്രീവരാഹ കുളം എത്ര വലുതാണെന്ന് ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർ ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ശ്രീവരാഹ ക്ഷേത്രമുണ്ട് കോട്ടയ്ക്കകത്ത് തന്നെ, വളരെ വലുതാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം നിന്ന് കുളിച്ചു. അപ്പോൾ കുറേ ചേട്ടന്മാർ സൈഡിലുണ്ട്, ലൈക്ക് അവർ കുളിക്കാൻ പോകില്ല. അവരൊന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോകുന്നത്. ഞങ്ങളൊരു 5 പേര് 6 പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഇത് 2008 2007 2008 അപ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് ഇപ്പോൾ അതുണ്ടോയെന്ന് അറിയില്ല. ആ കുളത്തിൻ്റെ നടുക്കൊരു മണ്ഡപമുണ്ട്. അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ കരയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഏത് കരയും ചാടിക്കഴിഞ്ഞാൽ ഒരേ ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു മണ്ഡപമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളത്തിൽ നടന്നപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം, എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ആ വെള്ളത്തിലോട്ട് നീന്താം, ആ മണ്ഡപത്തിലോട്ട് നീന്താം എന്ന് പ്ലാൻ ചെയ്തു. ഞാൻ എൻ്റെ വിവരമില്ലായ്മ ഉണ്ടോ, ഉത്തരവാദിത്വം ഇല്ലായ്മ ഉണ്ടോ, അല്ലെങ്കിൽ അനുഭവം എന്നുള്ള സാധനത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു ശുദ്ധമായ ഒരു അബദ്ധം, ഒരു എന്താ പറയുക, നമുക്കെല്ലാം അറിയാമെന്ന് എന്താ പറയുക, എനിക്ക് ഒന്നും പറ്റില്ല, ഇതും കൂടെ നോക്കാം, 2 പ്രാവശ്യം എനിക്ക് പണി കിട്ടിയല്ലോ, ഇത് പ്രാവശ്യം ശ്രദ്ധിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ എടുത്തത് ചാടി. അപ്പം ഒരു ടീം ഫസ്റ്റ് പോയി, രണ്ടാമത്തെ ടീമാർ ഞങ്ങൾ ചാടി. അപ്പം അന്ന് അത്യാവശ്യം നല്ല ഫിറ്റാണ്, ലൈക്ക് ക്രിക്കറ്റൊക്കെ കളിച്ച് എന്താ പറയുക വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല സെറ്റ് ബോഡിയാണ്. മിലിറ്ററി കയറുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നീന്താന്നുള്ള വലിയ സംഭവമല്ല, നീന്തി ഒരു 3-4 റൗണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും എന്നെ ബാക്കിൽ നിന്ന് ആരോ വിളിച്ചിട്ട് പറഞ്ഞു, എടാ സൂക്ഷിക്കണേ, അങ്ങനെ എന്തോ വിളിച്ചു. ഞാനിങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നില പോയി, ഞാൻ വീണ്ടും താന്നു. പേടി. അപ്പോൾ നീന്തൽ അറിഞ്ഞുകൂടാത്തതല്ല, പേടിച്ചു. നീന്തൽ അറിയാമെന്നുള്ളവരാണെങ്കിൽ പേടിച്ചു കഴിഞ്ഞാൽ പോയി എന്ന് പറയും. അതുപോലെ പേടിച്ചു, അത്യാവശ്യം ലെങ്ത്തിലോട്ട് താഴ്ന്നു. അപ്പോൾ കൈയിട്ടടിക്കുക എന്നുള്ളതല്ല വേറെ ഒരു നിവൃത്തിയില്ല, പിന്നെ പേടിച്ചു. അപ്പോൾ ഈ താഴ്ന്നപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞു പോയ 2 ഇൻസിഡൻറ്റ് എൻ്റെ മുഖത്ത് തോന്നി. ഇത്തവണ എനിക്ക് രക്ഷയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ ഈ എൻ്റെ മുന്നിൽ പോയി അവർ പിന്നിലോട്ട് അവരറിഞ്ഞു എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു പയ്യനുണ്ട്, ആനന്ദ് എന്ന് പറയും, എൻ്റെ ഫ്രണ്ടാണ്. ആനന്ദ് ബാക്കിലേക്ക് തിരിച്ച് നീന്തി എന്നെ കൃത്യസമയത്ത് അവൻ ബാക്കിൽ നിന്ന് പിടിച്ച് പുഷ് ചെയ്തു, എന്തോ ചെയ്ത് എന്നെ അത്യാവശ്യം, അവന് ആ കുളത്തിനെ കുറിച്ച് അത്യാവശ്യം അറിയാമായിരുന്നു തോന്നുന്നു. അവൻ എന്നെ ഒരു സ്ഥലത്ത് എത്തിച്ചു. പക്ഷേ ഒരു നല്ല രീതിയിൽ വെള്ളം കുടിച്ചായിരുന്നു. ഞാൻ കരയിൽ കയറി ആദ്യം ചെയ്ത് ഛർദ്ദിക്കുകയാണ് ചെയ്തത്. കാരണം ഈ കുളത്തിലെ വെള്ളം കുടിച്ചു കുറച്ചധികം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് നടന്ന സംഭവമാണ്. അങ്ങനെ കയറി അതും വലിയ കാര്യമൊക്കെ എടുത്തില്ല. ഈ 3ാമത്തെ സംഭവം ഞാൻ അത്ര വലിയ സംഭവമായിട്ട് എടുത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ഇതിലുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അന്ന്
വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കിടന്ന ഓടാണ്. ഒരു പ്രേമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പോലും പറഞ്ഞില്ലെന്ന് തോന്നുന്നു ഈ കാര്യം. ആരടുത്തും പറഞ്ഞില്ല, നമ്മൾ മാത്രം അങ്ങ് അറിഞ്ഞു. ഇതാണ് മൂന്നാമത്തെ സംഭവം. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 18 വയസ്സിനകത്ത് ഞാൻ 3 പ്രാവശ്യം ഇതേ സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങൾ 5 അബദ്ധങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നിട്ടും ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ വൈഫിൻ്റെയൊക്കെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളോട് പറയാനായിട്ട്.